നമ്മുടെ നറൂട്ടോ സീരീസിലെ ജൊനിൻസിനെക്കാട്ടിലും 3 സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗെനിൻസ് ഉണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെൽ, ഈ ലിസ്റ്റിൽ നമ്പർ 3-ലുള്ളത് മൈറ്റ് ഗായുടെ ഫാദറായ മൈറ്റ് ഡേ ആണ്. മൈറ്റ് ഡേ ആക്ച്വലി ഒരു ഗെനിൻ ആണ്. അതായത് ഇദ്ദേഹത്തിന് ഒരു ജൊനിൻ ആകാൻ സാധിച്ചില്ല. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മൈറ്റ് ഡേക്ക് വെറും തായ്ജുട്സ് മാത്രമായിരുന്നു അറിയാവുന്നത്. സോ ഇതുകൊണ്ട് തന്നെ തന്റെ 8th ഇന്നർ ഗേറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മൈറ്റ് ഡേ 20 വർഷങ്ങൾ എടുത്തു കാണും. ആൻഡ് ഇതുകൊണ്ടാണ് മൈറ്റ് ഡേക്ക് ഒരു ജൊനിൻ ആകാൻ പറ്റാഞ്ഞത്. ബട്ട് പവർ ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ മൈറ്റ് ഡേ തീർച്ചയായിട്ടും ഒരു ജൊനിൻ ലെവൽ ഷിനോബിയെക്കാട്ടിലും പവർഫുൾ ആണ്. ആൻഡ് ഇനി ഈ ലിസ്റ്റിൽ സെക്കൻഡ് പ്ലേസിലുള്ളത് നമ്മുടെ ലാസ്റ്റ് ഉച്ചീഹയായ സാസ്കെ ഉച്ചീഹയാണ്. നമ്മുടെ സാസ്കെ ഉച്ചീഹ ഒരു ഹൊക്കാഗെ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഇവിടെ റിവെഞ്ച് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആകുവാൻ വേണ്ടി സാസ്കെ ഉച്ചീഹ തന്റെ ലീഫ് വില്ലേജിനെ വിട്ട് ഒറോച്ചിമാറുവിന്റെ കൂടെ ചേർന്ന് കാണും. ആൻഡ് ഇത് കാരണമാണ് സാസ്കെയ്ക്ക് ഒരു ജൊനിൻ ആകാൻ കഴിയാഞ്ഞത്. ആൻഡ് ഫൈനലി ഈ ലിസ്റ്റിന്റെ നമ്പർ 1-ലുള്ളത് നമ്മുടെ ചൈൽഡ് ഓഫ് പ്രൊഫസിയായ നറൂട്ടോ ഉസുമാക്കിയാണ്. സീരീസിന്റെ സ്റ്റാർട്ടിംഗിൽ നറൂട്ടോയെ കാണിക്കുമ്പോൾ ഇവനൊക്കെ ഒരു ഗെനിനെങ്കിലും ആകുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു. എന്നാൽ സീരീസിന്റെ എൻഡിൽ നറൂട്ടോ ശരിക്കും വളരെയധികം സ്ട്രോങ് ആയി കാണും. ഈവൻ ഹൊക്കാഗയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഗെനിനായിരുന്നുകൊണ്ട് തന്നെ ഹൊക്കാഗയായി മാറിയ ഒരേ ഒരു ക്യാരക്ടറാണ് നമ്മുടെ നറൂട്ടോ ഉസുമാക്കി.